കൊട്ടാരക്കര കുന്നിക്കോട് തെരുവ് നായ്ക്കളെ ജനവാസ മേഖലയിൽ തുറന്നുവിടാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു. കുന്നിക്കോട് മേലില ഭാഗത്താണ് ലോറിയിൽ തെരുവ് നായകളെ എത്തിച്ചത്. നാട്ടുകാർ പ്രതിഷേധമുയർത്തിയതിനെ തുടർന്ന് പോലീസെത്തി ലോറി തിരിച്ചുവിടുകയായിരുന്നു. ഇന്ന് രാവിലെയോടെയാണ് പ്രദേശത്ത് ലോറി നിറയെ തെരുവ് നായകളുമായി ഒരു സംഘം ആളുകൾ എത്തിയത്. ഇത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. സംശയത്തെ തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് എറണാകുളം തൃപ്പൂണിത്തറ ഭാഗത്തു നിന്നും നായകളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാണെന്ന് അറിയുന്നത്. തൊട്ടടുത്തുള്ള ഒരു സ്വകാര്യ വ്യക്തിയുടെ ഷെൽട്ടർ ഹോമിലേക്ക് കൊണ്ടുവന്നതാണെന്ന് ലോറിയിലുണ്ടായിരുന്നവർ പറഞ്ഞു. കുറേയധികം നായകളെ ഇവിടെ തുറന്നു വിടുകയും ചെയ്തു. ഇതോടെ നാട്ടുകാർ വാഹനം തടഞ്ഞുവെച്ചു. ജനവാസ മേഖലയായതിനാൽ തെരുവ് നായകളെ ഇവിടെ ഉപേക്ഷിച്ചു പോകാൻ പറ്റില്ലെന്നും തുറന്നുവിട്ട നായകളെ തിരിച്ചു കൊണ്ടുപോകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. അന്നേരം അവിടെ കൊണ്ടുവന്ന് പട്ടികളെ വളർത്താമെന്ന് പറഞ്ഞാണ് കൊണ്ടുവന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ വളർത്താനുള്ള ഒരു സൗകര്യമുള്ള ഒരു സ്ഥലമല്ല ഇത്. ഇവിടെ ഇഷ്ടംപോലെ പരിസരവാസികൾ, ഒരുപാട് ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ഏരിയയാണ്. അതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഈ പട്ടികളെ കൊണ്ടുവന്ന് 10-12 പട്ടികളെ വീട്ടിൽ ഇറക്കുകയും ബാക്കി പട്ടികളെ ഇറക്കുന്നതിന് മുമ്പ് ഇവിടെ ആൾക്കാർ തടയുകയും ചെയ്ത പ്രകാരം പിന്നെ ബാക്കി പട്ടികളെ ഇറക്കിയിട്ടില്ല. ഇപ്പം ഇറക്കിയ പട്ടികളെ തിരിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപാണ് തെരുവ് നായ ആക്രമിച്ചതിനെ തുടർന്ന് സമീപ പ്രദേശമായ വിളക്കുടിയിൽ ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടമായത്. ഏകദേശം 50ഓളം നായ്ക്കളാണ് ഈ വണ്ടിയിലുണ്ടായിരുന്നത്. ഒരു 30 നായ്ക്കളെ താഴെ ആ വീട്ടിൽ എത്തിച്ചിട്ട് തിരിച്ചു വരുന്ന സമയത്ത് നാട്ടുകാർ എത്തിച്ചേർന്നപ്പോൾ ആ പിക്കപ്പ് ഇവിടുന്ന് കടന്നു പോവുകയാണ് ഉണ്ടായത്. ഈ വാഹനം ഇവിടെ തടഞ്ഞിട്ട് നാട്ടുകാർ പോലീസിനെ വിളിക്കുകയും പോലീസ്, പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്നാൽ ഈ വാഹനത്തിൻ്റെ ഡോക്യുമെൻ്റ് പരിശോധിക്കാനോ ഇത് ഏത് അടിസ്ഥാനത്തിലാണ് ഇവിടെ എത്തിയതെന്ന് പരിശോധിക്കാനോ ഇതുവരെ ആരും മുതിർന്നിട്ടില്ല. പ്രതിഷേധത്തെ തുടർന്ന് കുന്നിക്കോട് പോലീസ് സ്ഥലത്തെത്തി. നായകളെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് ഒരറിയിപ്പും പഞ്ചായത്ത് അധികൃതർക്ക് ലഭിച്ചിരുന്നില്ല. പ്രദേശവാസികളുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് തുറന്നുവിട്ട നായകളെ ലോറിയിൽ കയറ്റി തിരികെ കൊണ്ടുപോയി. തെരുവ് നായശല്യം രൂക്ഷമായ പ്രദേശങ്ങളിൽ വീണ്ടും തെരുവ് നായകളെ ഉപേക്ഷിച്ചു പോകാനുള്ള ശ്രമത്തെ നാട്ടുകാർ ഒറ്റക്കെട്ടായി തടയുകയായിരുന്നു. ജനം, കൊല്ലം.